നമസ്കാരം. എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വിഷയം ബ്രേക്കിയൽ ന്യൂറൈറ്റിസ് എന്നൊരു രോഗാവസ്ഥയെ പറ്റിയാണ്. തോളിലുണ്ടാകുന്ന അതിശക്തമായ വേദനയും അതോടൊപ്പം തന്നെ കയ്യിലുണ്ടാകുന്ന മരവിപ്പ്, തോളിലെ പേശികൾക്കുണ്ടാകുന്ന ബലഹീനതയൊക്കെയാണ് ഈ രോഗത്തിൻ്റെ ഒരു ലക്ഷണമായി കാണുന്നത്. കഴുത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന 5 ഞരമ്പുകൾ ചേർന്ന ഒരു ശൃംഖലയാണ് ബ്രേക്കിയൽ പ്ലെക്സസ് എന്നുള്ളത്. ഈ ബ്രേക്കിയൽ പ്ലെക്സസിൽ ഉണ്ടാകുന്ന നീർവീക്കമാണ് ബ്രേക്കിയൽ ന്യൂറൈറ്റിസ് എന്ന് പറയുന്നത്. പലപ്പോഴും OPD രോഗികൾ വരുമ്പോൾ ശക്തമായ തോളുവേദനയും അതോടൊപ്പം തന്നെ ചിലപ്പോൾ കഴുത്തിൻ്റെ ഭാഗത്തോ നെഞ്ചിൻ്റെ ഭാഗത്തോ ഒക്കെ വേദന കാണാറുണ്ട്. പലപ്പോഴും രാത്രികാലങ്ങളിൽ വേദന കൂടുന്നതായിട്ടൊക്കെ രോഗികൾ പറയാറുണ്ട്. സർവൈക്കൽ റാഡിക്കലോപ്പതി എന്ന് വേറൊരു കണ്ടീഷനുണ്ട്. അപ്പോൾ ഈ ഒരു 2 രോഗാവസ്ഥകളെ തമ്മിൽ നമ്മൾ തിരിച്ചറിയുന്നത് കഴുത്തിന് മൂവ്മെൻറ്റ്സ് കൊടുക്കുമ്പോൾ ബ്രേക്കിയൽ പ്ലെക്സസിൽ ഉണ്ടാകുന്ന നീർവീക്കത്തിന് വേദന കാണാറില്ല. അപ്പോൾ ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. സർവിക്കൽ റാഡിക്കലോപ്പതിയിൽ കഴുത്തിലേക്കും ശക്തമായ വേദനയും മൂവ്മെൻറ്റ്സ് കൊടുക്കുമ്പോൾ വേദന കൂടുന്നതായിട്ടൊക്കെ കാണാറുണ്ട്. ഇനി നമുക്ക് ആയുർവേദത്തിൽ ഈ രോഗാവസ്ഥയെ പറയുന്നത് വിശ്വാജി എന്നൊരു രോഗാവസ്ഥയായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഈ രോഗത്തിന് ആയുർവേദത്തിൽ ചികിത്സകളെ പറ്റി പറയുകയാണെങ്കിൽ പല വിധത്തിലുള്ള നീർവീക്കമാണെന്ന് പറഞ്ഞു. അപ്പോൾ പല വിധത്തിലുള്ള ലേപപ്രയോഗ വിധികൾ, ഉപനാഹം പോലുള്ള ചികിത്സകൾ ഒക്കെ നീർവീക്കം മാറാൻ വേണ്ടി ചെയ്യും. അതോടൊപ്പം തന്നെ പേശികൾക്ക് ശോഷിപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുഷ്ടിക്ക് വേണ്ടി ഞവരക്കിഴി പോലുള്ള ചികിത്സകളും ധാരകളൊക്കെ ചെയ്തു വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു രോഗമുണ്ടാകാനുള്ള കാരണങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ ബ്രേക്കിയൽ പ്ലെക്സസിൽ ഉണ്ടാകുന്ന ഇഞ്ചുറീസ് പ്രധാനമായിട്ടും ഒരു കാരണമാണ്. പല രീതിയിലുള്ള അപകടങ്ങൾ മൂലം ചതവൊക്കെ സംഭവിക്കാം. ചിലപ്പോൾ നെർവുകൾ ഫൈബേഴ്സ് തന്നെ പൊട്ടിപ്പോകാം. അപ്പം അതിനനുബന്ധമായിട്ട് വീക്കമുണ്ടാവാം. അപ്പോൾ അതിൻ്റെ ഗ്രേഡൊക്കെ അനുസരിച്ചിട്ടാണ് ആയുർവേദത്തിലെ ചികിത്സ. വലിയ രീതിയിലൊക്കെ സർജറി വേണ്ട കാര്യങ്ങളാണെങ്കിൽ സർജറി തന്നെ ചെയ്യേണ്ടി വരും. ചെറിയ രീതിയിലുള്ള ഇൻഫ്ലമേഷൻസ് ഒക്കെ ആണെങ്കിൽ അത്തരം കണ്ടീഷൻസിൽ ഇത്തരം ആയുർവേദ ചികിത്സകൾ കൊണ്ട് നമുക്ക് സുഖപ്പെടുത്താൻ പറ്റും. അതേപോലെ ആട്ടോഇമ്യൂൺ കണ്ടീഷൻസ് ഒരു കാരണമാണ്. അതേപോലെ പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ്, വൈറൽ ഇൻഫെക്ഷൻസ്, ഇതിൻ്റെയൊക്കെ അനുബന്ധമായിട്ട് ബ്രേക്കിയൽ ന്യൂറൈറ്റിസ് ഉണ്ടാകും. ഈ രോഗത്തിന് പ്രധാനമായിട്ട് കാണുന്നത് രാത്രിയിൽ പെട്ടെന്ന് ശക്തമായ വേദനയൊക്കെ ഉണ്ടാകുന്ന രോഗികൾ പറയാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു രോഗത്തിന് ആയുർവേദത്തിൽ ചികിത്സയുണ്ട്. ഈ ഒരു അറിവിലേക്കാണ് ഇന്ന് വീഡിയോ ചെയ്തത്. നന്ദി, നമസ്കാരം.